ലോകത്തിന്റെ സാമ്പത്തിക ഭദ്രത നിശ്ചയിക്കുന്ന ഊർജ്ജ വിതരണ ശൃംഖലയിൽ ഹോർമുസ് കടലിടുക്കിനുള്ള പ്രാധാന്യം വിവരണാതീതമാണ്. പശ്ചിമേഷ്യൻ സംഘർഷം മൂന്നാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ വെറുമൊരു യുദ്ധതന്ത്രത്തിനപ്പുറം ലോകത്തെ മുട്ടുകുത്തിക്കാൻ പോകുന്ന ഒരു സാമ്പത്തിക ആയുധമായി ഹോർമുസിനെ ഇറാൻ മാറ്റിയിരിക്കുന്നു. ഫെബ്രുവരി 28 ഇറാന്റെ നിർണായകമായ പ്രഖ്യാപനത്തിന് ശേഷം ഹോർമുസ് കടലിടുക്ക് ഒരു നിശബ്ദ താഴ്വരയായി മാറിയിരിക്കുകയാണ്. ലോകരാജ്യങ്ങൾ തങ്ങളുടെ എണ്ണ ആവശ്യങ്ങൾക്കായി ഇറാന്റെ കരുണയ്ക്ക് കാത്തു നിൽക്കേണ്ടി വരുന്ന ഈ കാഴ്ച സമകാലീന ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ട്വിസ്റ്റുകളിൽ ഒന്നാണ്. പ്രതിദിനം 100-ലധികം ഭീമൻ ടാങ്കറുകൾ രാജകീയമായി ഒഴുകിയിരുന്ന ഈ ജലപാതയിലൂടെ ഇപ്പോൾ കപ്പലുകൾ വരുന്നത് ഒരു തുള്ളി വെള്ളം വീഴുന്നത് പോലെ അപൂർവമായിരിക്കുന്നു. യുദ്ധം തുടങ്ങിയതിനു ശേഷം വെറും 21 ടാങ്കറുകൾ മാത്രമാണ് ഈ ചെക്ക് പോസ്റ്റ് കടക്കാൻ ഇറാൻ ഔദ്യോഗികമായി അനുമതി നൽകിയത്. ആരെ കടത്തിവിടണം, ആരെ തടയണമെന്ന് തീരുമാനിക്കുന്നത് ഇപ്പോൾ ഇറാൻ മാത്രമാണ്. കടലിടുക്കിന് മുകളിൽ അവർ തീർത്ത അദൃശ്യമായ ഒരു ഫിൽട്ടർ ആഗോള കപ്പൽ ഗതാഗതത്തെ പൂർണ്ണമായും നിയന്ത്രിക്കുന്നു. ഇറാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളുടെ ചരക്കുകൾ മാത്രം സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്തെത്തുന്നു. മറ്റുള്ളവർ കടലിന് പുറത്ത് ക്യൂ നിൽക്കേണ്ടി വരുന്നു. ആഗോള എണ്ണ വിതരണത്തിന്റെ ഏകദേശം 20% കടന്നു പോകുന്ന ഈ ഇടുങ്ങിയ ജലപാത അടച്ചതിലൂടെ ലോകത്തിലെ ഏത് വമ്പൻ സമ്പദ് വ്യവസ്ഥയും തകർക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് ഇറാൻ തെളിയിച്ചു കഴിഞ്ഞു. അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഉപരോധങ്ങളെയും ഭീഷണികളെയും പുല്ലുപോലെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇറാൻ ഇവിടെ തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്നത്. ഈ സംഘർഷത്തിനിടയിലും ആഗോള ശക്തിയായി ചൈനയെ തങ്ങളോടൊപ്പം നിർത്താൻ ഇറാന് സാധിക്കുന്നു എന്നത് അവരുടെ വലിയ നയതന്ത്ര വിജയമാണ്. ചൈനീസ് ബന്ധമുള്ള കപ്പലുകൾക്ക് ഹോർമുസിൽ ഗ്രീൻ ചാനൽ ഒരുക്കി നൽകുന്നതിലൂടെ തങ്ങളുടെ സുഹൃത്തുക്കൾ ആരാണെന്ന് ഇറാൻ ലോകത്തിന് കാട്ടിക്കൊടുക്കുന്നു. ചൈനയുമായി നേരിട്ട് ചർച്ച നടത്തിക്കൊണ്ട് ഇറാൻ തങ്ങളുടെ വ്യാപാരങ്ങൾ തടസ്സമില്ലാതെ തുടരുന്നു. അമേരിക്കയുടെ ലോക പോലീസ് ചമയലിന് ഇറാന്റെ ഈ നീക്കം വലിയൊരു തിരിച്ചടിയാണ്. ഇന്ത്യയെ പോലൊരു വലിയ വിപണിയെ തഴയാതെ ഇന്ത്യൻ കപ്പലുകൾക്ക് നിബന്ധനകളോടെ കടന്നു പോകാൻ ഇറാൻ അനുമതി നൽകിയതും അവരുടെ പക്വതയാർന്ന നയതന്ത്രത്തിന്റെ ഭാഗമാണ്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേരിട്ട് ഇറാൻ നേതൃത്വവുമായി ചർച്ച നടത്തിയത് ഇറാന്റെ അന്താരാഷ്ട്ര പ്രസക്തി എത്രത്തോളമാണെന്നും വ്യക്തമാക്കുന്നു. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇറാന്റെ നിലപാട് നിർണായകമായി മാറി. ഇപ്പോൾ എവിടെ നിന്ന് ആക്രമണം ഉണ്ടാകുമെന്ന് ആർക്കും പ്രവചിക്കാനാവാത്ത അവസ്ഥയാണ് ഇറാൻ അവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. റാൻഡം ആക്രമണങ്ങൾ എന്ന് ലോകം വിശേഷിപ്പിക്കുമ്പോഴും ഓരോ നീക്കത്തിന് പിന്നിലും കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന് പ്രതിരോധ വിദഗ്ധരും വിലയിരുത്തുന്നു. അമേരിക്കൻ ട്രഷറി സെക്രട്ടറി ബെസൻ പോലും ഹോർമുസിലെ ഇറാന്റെ കരുത്തിനെ കുറിച്ച് ആശങ്കാകുലനാണ്. ലോകത്തെ വമ്പൻ ഷിപ്പിംഗ് കമ്പനിയായ കോസ്കോ പോലും ഇറാന്റെ കരുത്തിന് മുന്നിൽ മുട്ടുമടക്കി ബുക്കിംഗുകൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു. ആധുനിക യുദ്ധക്കപ്പലുകളുടെ അകമ്പടി ഉണ്ടായിട്ട് പോലും പല രാജ്യങ്ങളും ഹോർമുസിലേക്ക് പ്രവേശിക്കാൻ ഭയപ്പെടുന്നു. ഇറാന്റെ അനുവാദമില്ലാതെ ഈ വഴി ഒരു തുള്ളി എണ്ണ പോലും പുറത്തു വരില്ലെന്ന വാശിയിലാണ് ടെഹ്റാൻ. ഹോർമുസ് അടഞ്ഞതോടെ ലോകരാജ്യങ്ങൾ ബദൽ മാർഗങ്ങൾ തേടി അലയുകയാണ്. ഒമാൻ ഉൾക്കടലിൽ 400ഓളം കപ്പലുകൾ നങ്കൂരമിട്ടിരിക്കുന്നത് ഇറാന്റെ ഒരു വാക്കിനു വേണ്ടിയാണ്. ഫുജൈറയിലേക്കും സൊഹാറിലേക്കും കപ്പലുകൾ വഴിതിരിച്ചു വിടേണ്ടി വരുന്നത് ഇറാന്റെ തന്ത്രപരമായ നീക്കത്തിന്റെ വിജയമാണ്. എണ്ണവില അന്താരാഷ്ട്ര വിപണിയിൽ കുതിച്ചുയരുമ്പോഴും ഇറാൻ തങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകളിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യുന്നില്ല. തങ്ങളുടെ പരമോന്നത നേതാവിനെ വധിച്ചതിനും ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടതിനും ലോകത്തോട് ഇറാൻ ചോദിക്കുന്നത് വലിയൊരു വിലയാണ്. ഓരോ ദിവസവും നീണ്ടുപോകുന്ന ഈ ഉപരോധം ആഗോള വിപണിയിൽ കടുത്ത എണ്ണക്ഷാമത്തിനും വിലക്കയറ്റത്തിനും വഴിവെക്കും. വികസ്വര രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ ഇത് തകർത്തെറിയാൻ സാധ്യതയുണ്ട്. യൂറോപ്പിലെയും അമേരിക്കയിലെയും സാധാരണക്കാരുടെ ജീവിത ചെലവ് വർദ്ധിക്കുന്നത് രാഷ്ട്രീയമായ പ്രത്യാഘാതങ്ങൾക്കും ഇടയാക്കും. ഹോർമുസിലെ ഇറാന്റെ നിയന്ത്രണം കേവലം ഒരു പ്രാദേശിക പ്രശ്നമല്ല, മറിച്ച് ആഗോളതലത്തിൽ ശക്തി സന്തുലിതാവസ്ഥ മാറുന്നതിന്റെ സൂചനയാണ്. ഇനി ഹോർമുസിൽ പഴയ അന്താരാഷ്ട്ര നിയമങ്ങളല്ല, മറിച്ച് ഇറാന്റെ നിയമങ്ങളാണ് നടപ്പിലാകുന്നത്. പശ്ചിമേഷ്യയിലെ ഈ സംഘർഷം ഇറാൻ ഒരു അജേയമായ ശക്തിയായി മാറ്റിക്കഴിഞ്ഞു. ഹോർമുസ് കടലിടുക്ക് എന്ന് തുറക്കുമെന്ന കാര്യത്തിൽ ഇപ്പോൾ ആർക്കും വ്യക്തതയില്ല. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് മുസ്തഫ ഖമേനിയുടെ നേതൃത്വത്തിലുള്ള ഇറാന്റെ അടുത്ത നീക്കത്തിലേക്കും പശ്ചിമേഷ്യയിൽ ശാന്തി എന്ന് തിരിച്ചുവരും എന്നതിലേക്കുമാണ്. എണ്ണയ്ക്കായി ഇറാന്റെ കരുണയ്ക്ക് കാത്തു നിൽക്കേണ്ടി വരുന്ന ലോകശക്തികളുടെ അവസ്ഥ സമകാലീന ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചറിവാണ്. ഹോർമുസിലെ ഉപരോധം അവസാനിച്ചാലും ലോകത്തിന്റെ ഊർജ്ജ സുരക്ഷയിൽ ഇറാന്റെ സ്ഥാനം എന്താണെന്ന് ഈ 3 ആഴ്ചകൾ കൊണ്ട് അവർ തെളിയിച്ചു കഴിഞ്ഞു. ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം അതീവ ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ 60%-ലധികം ഈ ജലപാതയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ പാത തടസ്സപ്പെടുന്നത് രാജ്യത്തെ ഊർജ്ജ സുരക്ഷയെ നേരിട്ട് ബാധിക്കും. ആഗോള വിപണിയിൽ എണ്ണ വിതരണം കുറയുന്നതോടെ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരും. ഇത് ഇന്ത്യയിലെ പെട്രോൾ ഡീസൽ വിലയിൽ വൻ വർധനവിനും കാരണമാകും. ഇന്ധനവില കൂടുന്നത് ചരക്ക് നീക്കത്തിലുള്ള ചെലവ് വർദ്ധിപ്പിക്കുകയും തൽഫലമായി നിത്യോപയോഗ സാധനങ്ങളുടെയും ഭക്ഷണ സാധനങ്ങളുടെയും വില കുത്തനെ ഉയരുന്ന നാണയപ്പെരുപ്പത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഇന്ത്യയുടെ ഇറക്കുമതി ചെലവ് വർദ്ധിക്കുന്നത് വിദേശ നാണയ ശേഖരത്തെ ബാധിക്കുകയും രൂപയുടെ മൂല്യം ഇടിയാൻ കാരണമാവുകയും ചെയ്യും. മാത്രമല്ല, ഇത് രാജ്യത്തിന്റെ വ്യാപാര കമ്മി വർദ്ധിപ്പിക്കും. ഗൾഫ് മേഖലയിലെ സംഘർഷാവസ്ഥ അവിടെയുള്ള ലക്ഷക്കണക്കിന് പ്രവാസികളുടെ സുരക്ഷയും തൊഴിലിനെയും ബാധിക്കും. ഇത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്കുള്ള പ്രവാസി പണത്തിന്റെ ഒഴുക്ക് കുറയ്ക്കാനും ഇടയാക്കും. ചുരുക്കത്തിൽ ഹോർമുസ് കടലിടുക്ക് ദീർഘകാലം അടഞ്ഞുകിടന്നാൽ അത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചാ നിരക്കിനെ പിന്നോട്ടടിക്കുകയും സാധാരണക്കാരന്റെ ജീവിത ചെലവ് വർദ്ധിക്കുകയും ചെയ്യും.